അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാൻ, അതിലെ രണ്ടാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ പാഠം, വക്കിരിൽ ഇൽമ്. അപ്പൊ ഈ പാഠത്തിൽ നമ്മളൊരു ബൈത്താണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബൈത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ വരി നോക്കൂ. യാ ത്വാലിബൽ ഇൽമി റഫീ അദ്ദാബ് തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബ്. അതിന്റെ അർത്ഥം, ഉന്നത സ്ഥാനീയനായ വിദ്യ തേടുന്നവനെ, ഈ വരുന്ന മര്യാദകളോട് കൂടി നീ വിദ്യ അഭ്യസിച്ചു കൊള്ളുക. രണ്ടാമത്തെ വരി നോക്കൂ. ഫത്വഹിരിൽ കൽബ വസഹിഹ് നിയ്യ വ അബീബിൽ അസ്ബാബി ലാബിൽ മുൻയ. അതിന്റെ അർത്ഥം, ആകയാൽ നീ ഹൃദയം ശുദ്ധീകരിക്കുകയും ഉദ്ദേശം ശരിയാക്കുകയും ചെയ്യുക. യഥാർത്ഥ മാർഗങ്ങളിലൂടെ നീ അറിവ് കരസ്ഥമാക്കുക. വെറും മോഹം കൊണ്ട് മാത്രമല്ല. അതായത് അറിവ് ലഭിക്കാൻ വെറും ആഗ്രഹം വെച്ച് നടന്നാൽ മാത്രം പോരാ, അത് നേടാനുള്ള മാർഗങ്ങളും കൈക്കൊള്ളണം. അടുത്ത വരി നോക്കൂ. വ അദ്ദിമാ അലൈക മഫ്റൂളും ബില ഇദ്ഖാലി നുഖ്സാനിൻ ഫദാമാ ഖുബില. അതിന്റെ അർത്ഥം നോക്കൂ. നിനക്ക് നിർബന്ധമുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക, വീഴ്ചകൾ കലർത്താതെ. വീഴ്ചകൾ കലർന്നത് സ്വീകരിക്കപ്പെടുകയില്ല. നാലാമത്തെ വരി നോക്കൂ. വ വഖരിൽ ഇൽമ വ അള്ളിം ഷാനഹ് വജ്തനിബിൽ ഫിസ്ക ഫദാക ഷാനഹ്. അതിന്റെ അർത്ഥം, വിദ്യയെ വന്ദിക്കുകയും അതിന്റെ സ്ഥാനത്തെ വലുതായി കാണുകയും ചെയ്യുക. പാപങ്ങളെ നീ വെടിയുക, അത് അറിവിന് അപമാനമുണ്ടാക്കും. അടുത്ത വരി നോക്കൂ. വർഗബ് അനിൽ ലുആബി വൽ മലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലികൽബിൻ ലാഹ്. അതിന്റെ അർത്ഥം, വിനോദികളോടും കളിയായുധങ്ങളോടും നീ അനിഷ്ടം കാണിക്കുക. എന്തുകൊണ്ടെന്നാൽ അശ്രദ്ധമായ ഹൃദയത്തിന് വിജ്ഞാനം ലഭ്യമാവില്ല. അടുത്ത വരി നോക്കൂ. വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാ ലിഗാസിൻ ഫൈലു ഫളിലി റബ്ബിഹി. അതിന്റെ അർത്ഥം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പ്രചരിപ്പിക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം പാപിയായ മനുഷ്യന് നാഥന്റെ ഔദാര്യത്തിന്റെ പ്രവാഹം ഉണ്ടാവുകയില്ല. നിങ്ങൾ ഈ ബൈത്ത് നന്നായി പഠിക്കുക. ഈ ബൈത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി നോക്കൂ. മഹാനിൽ കലിമാത്ത്. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ദർബ് കാര്യം, ഷാന ന്യൂനതയുണ്ടാക്കി, അബിൽ ഇൽമ് അറിവ് നേടൂ, വക്കറ ആദരിച്ചു, മുനിയ ആഗ്രഹം അല്ലെങ്കിൽ വ്യാമോഹം, ഇജ്തനബ വർജിച്ചു, ബിദി ഈ ലാഹ് കളിക്കാരൻ അല്ലെങ്കിൽ അശ്രദ്ധൻ, ഷാന ഷൗനുൻ ഇതിന്റെ രണ്ടിന്റെ അർത്ഥം കാര്യം, നഷറ പ്രചരിപ്പിച്ചു, മലാഹി വിനോദോപകരണങ്ങൾ, ഫൈല് റഹ്മത്ത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖറ വായിക്കാനുള്ളതാണ്. നോക്കൂ. തഅല്ലമ യതഅല്ലമു തഅല്ലം, അല്ലമ യുഅല്ലിമു അല്ലിം, തഹറ യുതഹിറു തഹിർ, ഇജ്തനബ യജ്തനിബു ഇജ്തനിബ്, സഹഹ യുസഹിഹു സഹിഹ്, റൈബ യർഗബു ഇർഗബ്, അബ്ഗ യുബ്ഗി അബ്ഗി, നഷറ യൻഷുറു ഉൻഷുർ, അദ്ദ യുഅദ്ദി അദ്ദി, അമില യഅമലു ഇഅമൽ, വക്കറ യുവക്കിറു വക്കിർ, അദ്ഖല യുദ്ഖിലു അദ്ഖിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിഅലിന്റെ ഇനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ. നക്തുബുൽ മഅന. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ അവിടെ എഴുതണം. നമുക്ക് നോക്കാം. ദഅബുൻ അതിന്റെ അർത്ഥം കാര്യം, മുൻയ വ്യാമോഹം, ഷൗനുൻ കാര്യം, മിൽഹ വിനോദോപകരണം, ലാഹ് അശ്രദ്ധൻ. നിങ്ങൾ അതിന്റെ അർത്ഥങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. നുഇദുൽ ജുമൽ വാക്യം നിർമ്മിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകൾ
കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം നമ്മൾ എഴുതണം. നോക്കൂ, തഅല്ലമ, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബ്. 2. വക്കിർ, വക്കിരിൽ ഇൽമ വാലിം ഷാന. 3. ഇജ്തനിബ്, ഇജ്തനിബിൽ ഫിസ്ക ഫദാക ഷാന. 4. ഇറാബ് അൻ, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഇറാബ് അനിൽ ലുആബി വൽ മലാഹി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം. നുതർജിമു ഇല ലുഗത്തിന, മാതൃഭാഷയിലേക്ക് നമ്മൾ തർജിമ ചെയ്യണം. നോക്കൂ, വറഅബ് അനിൽ ലുആബി വൽ മലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലികൽബില്ലാഹ്. ആ വരികളുടെ അർത്ഥം നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് നമ്മൾ എഴുതാനുള്ളതാണ്. നോക്കൂ, വിനോദികളോടും കളിയായുധങ്ങളോടും നീ അനിഷ്ടം കാണിക്കുക. എന്തുകൊണ്ടെന്നാൽ അശ്രദ്ധമായ ഹൃദയത്തിന് വിജ്ഞാനം ലഭ്യമാവില്ല. നുതർജിമു ഇല ലുഗത്തിന, അതിലെ രണ്ടാമത്തത്. ഫത്വഹിരിൽ കൽബ വസഹിഹ് നിയ്യ വ അബിബിൽ അസ്ബാബി ലാബിൽ മുൻയ. അതിന്റെ അർത്ഥം, ആകയാൽ നീ ഹൃദയം ശുദ്ധീകരിക്കുകയും ഉദ്ദേശം ശരിയാക്കുകയും ചെയ്യുക. യഥാർത്ഥ മാർഗങ്ങളിലൂടെ നീ അറിവ് കരസ്ഥമാക്കുക, വെറും മോഹം കൊണ്ട് മാത്രമല്ല. ഇനി നോക്കൂ, തദ്രീബാത്തിലെ അടുത്ത പ്രവർത്തനം. നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കൂ, ഫത്വഹിരിൽ കൽബ ഡേഷ് ഫദാമ കുബില. അവിടെ വിട്ട ഭാഗം നമ്മൾ ആ ബൈത്തിൽ നിന്നുള്ളത് പൂരിപ്പിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് നോക്കൂ, വസഹിഹ് നിയ്യ വ അബ്ഇബിൽ അസ്ബാബി ലാബിൽ മുനിയ, ആ ഫസ്റ്റ് വരിയില്. ഇനി അതിന്റെ രണ്ടാമത്തെ വരിയില് വ അദ്ദിമ അലൈക മഫ്റൂലും ബില ഇദ്ഖാലി നുക്സാനിൻ. ബാക്കിയുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചേർത്ത് വായിക്കാം. ഫത്വഹിരിൽ കൽബ വസഹിഹ് നിയ്യ വ അബ്ഇബിൽ അസ്ബാബി ലാബിൽ മുനിയ വ അദ്ദിമ അലൈക മഫ്റൂലും ബില ഇദ്ഖാലി നുക്സാനിൻ ഫദാമ ഖുബില. നംലഉൽ ഫറാ, അതിലെ രണ്ടാമത്തത് നോക്കൂ, വറഅബ് അനിൽ ലുആബി ഡേഷ് ഫൈലു ഫളിലി റബ്ബിഹി. അവിടെ വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. വൽ മലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലികൽബില്ലാഹ്. അടുത്ത വരിയിൽ നോക്കൂ, വൻഷുർ ലിമ തഅലമുഹു വഅമൽ ബിഹി ഫമാലി ആസിൻ. ബാക്കിയുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചേർത്ത് വായിക്കാം. വറഅബ് അനിൽ ലുആബി വൽ മലാഹി ഫൽ ഇൽമു ലം യഹ്സുൽ ലികൽബില്ലാഹ് വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാലി ആസിൻ ഫൈലു ഫളിലി റബ്ബിഹി. അടുത്തത് നോക്കൂ, നഷ്റഹുൽ മഅനൽ ബൈത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബൈത്തിലെ വരികളുടെ സാരം എഴുതാനുള്ളതാണ്. നോക്കൂ, വ വക്കിരിൽ ഇൽമ വഅല്ലിം ഷാനഹ് വജ്തനിബിൽ ഫിസ്ക ഫദാക ഷാനഹ്. അതിന്റെ സാരം, വിദ്യയെ വന്ദിക്കുകയും അതിന്റെ സ്ഥാനത്തെ വലുതായി കാണുകയും ചെയ്യുക. പാപങ്ങളെ നീ വെടിയുക, അത് അറിവിന് അപമാനമുണ്ടാക്കും. നഷ്റഹുൽ മഅന, അതിലെ രണ്ടാമത്തത് നോക്കൂ, വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാലി ആസിൻ ഫൈലു ഫളിലി റബ്ബിഹ്. അതിന്റെ സാരം, നോക്കൂ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പ്രചരിപ്പിക്കുകയും അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം പാപിയായ മനുഷ്യന് നാഥന്റെ ഔദാര്യത്തിന്റെ പ്രവാഹം ഉണ്ടാവുകയില്ല. ഇനി നോക്കൂ, തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നൊഇദ് ഫിക്റതൻ അൻ ആദാബിൽ ഇൽമ്. ആദാബിൽ ഇൽമ് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. നോക്കൂ, ആദാബിൽ ഇൽമ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. അറിവ് കരസ്ഥമാക്കൽ ഇബാദത്താണ്. അതിന്റെ നിയ്യത്ത് നന്നായാൽ അത് സ്വീകരിക്കപ്പെടുകയും അതിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നിയ്യത്ത് മോശമായാൽ അത് നിരാകരിക്കപ്പെടുകയും ബറക്കത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. മനുഷ്യൻ സ്വായത്തമാക്കുന്ന അറിവുകൾ ഒരുപാടുണ്ട്. എന്നാൽ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. എല്ലാ അറിവുകളും ദുനിയാവിൽ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുമ്പോൾ ദീനിന്റെ അറിവ് പാരത്രിക ലോകത്തേക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നു. ആ പ്രയോജനം ലഭിക്കണമെങ്കിൽ അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ ഇൽമു പഠിക്കണം. ഹൃദയം ശുദ്ധീകരിക്കുകയും ഉദ്ദേശം ശരിയാക്കുകയും ചെയ്യുക. യഥാർത്ഥ മാർഗങ്ങളിലൂടെ അറിവ് കരസ്ഥമാക്കുക. വീഴ്ചകൾ കലർത്താതെ നിർബന്ധമുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക. വീഴ്ചകൾ കലർന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വിദ്യയെ വന്ദിക്കുകയും അതിന്റെ സ്ഥാനത്തെ വലുതായി കാണുകയും ചെയ്യുക. പാപങ്ങളെ വെടിയുക. പാപം അറിവിന് അപമാനമുണ്ടാക്കും. വിനോദികളോടും കളിയായുധങ്ങളോടും അനിഷ്ടം കാണിക്കുക.
അറിയാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക തുടങ്ങിയവയെല്ലാം ഇൽമിന്റെ മര്യാദകളിൽ പെടുന്നു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ തഹസീസിന്റെ പ്രവർത്തനമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.